ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ മറ്റൊരു വിദേശ താരത്തെ കൂടി ക്ലബിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് പരിചയമുള്ള റഫേൽ മെസ്സി ബൗളി എന്ന താരത്തെയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കാമറൂൺ താരമാണ്. ഇതിനു മുൻപ് ചൈനയിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ISLൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് മെസ്സി ബൗളി. ഏതായാലും മാർക്കസ് മർഗുലാവോ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മെസ്സി ബൗളി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകനായ സംഘപ്രിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. മെസ്സി ബൗളി ടീമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവുകളെ കുറിച്ചും നെഗറ്റീവുകളെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്ന് നോക്കാം. മെസ്സി ബൗളിയുടെ സൈനിങ്ങിൽ എനിക്ക് സമ്മിശ്രമായ ഒരു അഭിപ്രായമാണ് ഉള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവുകൾ പരിശോധിക്കാം. ഗോളടിയിൽ മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് മെസ്സി ബൗളി. കഴിഞ്ഞ 4 വർഷത്തിനിടെ അദ്ദേഹം 57 ഗോളുകളും 17 അസിസ്റ്റുകളും ചൈനയിലെ സെക്കൻഡ് ഡിവിഷനിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ കലണ്ടർ വർഷം അഥവാ 2024-ൽ 14 ഗോളുകളും 5 അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. ISLൽ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് മെസ്സി. 2019-20 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 8 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു. ഗോൾ നേടാൻ കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് മെസ്സി. അതാണ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ്. നിലവിൽ ഈ താരത്തിൽ ഞാൻ നെഗറ്റീവുകൾ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തെന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു വിദേശ സ്ട്രൈക്കറെയാണോ ആവശ്യം? നിലവിലെ അവസ്ഥയിൽ നമുക്കൊരു വിദേശ സെന്റർ ബാക്കിനെയോ അതല്ലെങ്കിൽ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെയോ ആയിരുന്നു ആവശ്യം. ആ സ്ഥാനത്തേക്ക് സ്ട്രൈക്കറെ കൊണ്ടുവന്നതാണ് ഞാൻ ഒരു നെഗറ്റീവ് ആയിക്കൊണ്ട് കാണുന്നത്. ഇതാണ് സംഘപ്രിയയുടെ പോസ്റ്റ് ആയിക്കൊണ്ട് വരുന്നത്. തീർച്ചയായും മെസ്സിയുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഗോളടി മികവിലോ അദ്ദേഹത്തിന് സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിന് പകരം ഡിഫൻസിലേക്ക് ഏതെങ്കിലും ഒരു വിദേശ താരത്തെ കൊണ്ടുവരണമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും തിരിച്ചുവരവിൽ മെസ്സി ബൗളിക്ക് ISLൽ തിളങ്ങാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.